നിങ്ങൾ എല്ലാ തരത്തിലും ഹാപ്പി ആണെങ്കിൽ, ഐ മീൻ ജോബ് എൻവയോൺമെൻറ്റ് ബാക്കി എല്ലാ തരത്തിലും ഹാപ്പി ആണെങ്കിൽ യു ഡോണ്ട് വാണ്ട് ടു ലീവ് ദ ഓർഗനൈസേഷൻ. ഇൻകം മാത്രമല്ല, ഏജിൻ്റെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു അതൊരു ഫാക്ടറാണ്. വളരെ വലിയ ഫാക്ടറാണ്. റെസ്പെക്റ്റീവ് ഓഫ് ഇൻകം എല്ലാ ആളുകളും കൊണ്ടുവരേണ്ടതാണ് ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. അതിന് ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. സാലറി ടു സാലറി ജീവിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. അടുത്ത ഹൈക്ക് വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സെറ്റാവും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ അല്ലേ. പക്ഷേ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഇൻകം അത് എന്തായാലും, അതിപ്പോൾ 20K ആയാലും 30K ആയാലും 50 ആയാലും 1 lakh ആയാലും 2 lakh ആയാലും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, സമാധാനം ആൻഡ് സേഫ്റ്റി ഇറ്റ് ക്യാൻ ബി ദ സെയിം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? യു ജസ്റ്റ് നീഡ് സം പ്ലാനിങ്. ഞാൻ അത്ര സിമ്പിളായിട്ട് പറഞ്ഞാൽ പറ്റില്ല. സം പ്ലാനിങ് അല്ല, യു നീഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നല്ലേ നമ്മൾ പറയുക. പിന്നെ യു നീഡ് പേഴ്സണലൈസ്ഡ് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് കൂടി പറയണം. കാരണം ഓരോരുത്തർക്കും ഇത് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ഐ ഹാവ് സമ്മൺ വിത്ത് മീ ടുഡേ. അപ്പോൾ ലെറ്റ് മീ വെൽക്കം ഹിം. ജീവൻ കുമാർ സർ, വെൽക്കം. ഹലോ. സുഖല്ലേ? ഞാൻ ഈ പറഞ്ഞ ഇൻട്രോയിലേ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ? ഇല്ല, അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പേഴ്സണലൈസ്ഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ളൊരു ടേം ഉപയോഗിച്ചു. അത് കറക്ഷൻ വേണ്ടാത്ത കാര്യമാണ്, മാത്രമല്ല അത് ആവശ്യമായിരുന്നു. ആവശ്യമുള്ള സാധനം. കാരണം ഓരോ പേഴ്സൻ്റെ അവരുടെ പേഴ്സണൽ ഫിനാൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അവരുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും, അവരുടെ ജീവിത രീതി വ്യത്യാസം ഉണ്ടായിരിക്കും, അവർക്ക് മീറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് വുഡ് ബി ഡിഫറെൻറ്റ്. അതെ, അപ്പോൾ ആ പേഴ്സണലൈസ്ഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ള ടേം കലക്കി. അതാണ് നമുക്ക് ആവശ്യം അതെ. അല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സാറ് ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്ന വാക്ക് സാറിന്റെ ലൈഫിൽ ആദ്യം കേൾക്കുന്നത് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നത് അത് എപ്പോഴാണ്? അത് എനിക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അല്ല, ഞാനൊരു ഫിനാൻഷ്യൽ സർവീസസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതെ. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ളൊരു ടേം വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ നമ്മൾ നിർബന്ധമായും ഒരു ഫോളോ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണെന്നുള്ള ഒരു കാര്യങ്ങൾ കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ട് ആളുകൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ഇൻകം വന്ന് തുടങ്ങിയ കാലത്ത് മുതലേ തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ അതിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. കിട്ടുന്ന ഇൻകം നമ്മൾ പ്രോപ്പറായിട്ട് ചിലവഴിക്കാതെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിൽ ചിലവഴിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പിന്നെ വേറെ ലോണിന് പോകുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മുമ്പേ നമുക്കൊരു ഡിസിപ്ലിൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നുള്ളൊരു ചിന്ത മുമ്പേ തന്നെ വന്നിട്ടുണ്ട്. അത് ഏതൊരു വ്യക്തിക്കും വരുന്നതാണ്. പക്ഷേ അത് ലേറ്റായിട്ടാണ് മിക്ക ആളുകൾ അതിനെ പറ്റിയിട്ട് റിയലൈസ് ചെയ്യാൻ. അതെ അതെ അതെ. ഹൗ ഡിസിപ്ലിൻഡ് ആർ യു? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ടേമിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഡിസിപ്ലിൻഡ് ആണ്. കാരണം ഞാൻ എല്ലാ ആളുകൾക്കും പേഴ്സണൽ ഫിനാൻസ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചെങ്കിലും ഭാഗം നമ്മൾ ലൈഫിൽ കൊണ്ടുവന്നില്ലേ പിന്നെ നമ്മൾ പറയുന്നതിലൊരു അർത്ഥമല്ല. സോ ഐ സ്ട്രിക്ട്ലി ഫോളോ ദാറ്റ്. ഓക്കെ സാർ, ജിയോജിത്ത് സ്റ്റെപ്സിന്റെ ഹെഡാണ്. എത്ര കാലമായിട്ട് സാറിന്റെ ഈ ഫീൽഡിലൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയൂ. ഞാൻ ജിയോജിത്തിൽ 1997 വന്നത്, അതായത് 28 വർഷം മുമ്പേ. ഞാൻ എൻ്റെ കോമേഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. നേരെ കോളേജിൽ നിന്ന് നേരെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ മറ്റോ ഇൻ്റർവ്യൂ ആയിരുന്നു ഈ ജിയോജിത്ത് വന്നു. അപ്പോൾ നമ്മളുടെ ഒരു ഏരിയ ഐ മീൻ ആ ഒരു ഡൊമൈൻ ഒരു താല്പര്യമുള്ളൊരു ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വളരെ ക്യൂരിയസ് ആയി. 28 വർഷം മുമ്പ്, പിന്നെന്താ, 28 വർഷങ്ങൾക്ക് മുമ്പെയാണിത്, 97. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നമ്മൾ നോക്കാം. M.Com കഴിഞ്ഞ സമയത്ത് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, ബുൾ മാർക്കറ്റ്, വെയർ മാർക്കറ്റ്, ഷെയർ വാങ്ങുക വിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് താല്പര്യമില്ല. അങ്ങനെയാണ് ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത്. അപ്പം കൊച്ചിയിൽ വന്ന് ഇൻ്റർവ്യൂ പങ്കെടുത്തു. കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം അന്ന് സബ്ജക്ട് നോളജൊക്കെ അത്യാവശ്യം അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ജോലി കിട്ടുകയും ചെയ്തു. പിന്നെ അന്ന് മുതൽ ഈ 28 വർഷമായിട്ട് ഫിനാൻഷ്യൽ സർവീസസ് തന്നെയാണുള്ളത്. ജിയോജിത്തിൻ്റെ ഡിഫറെൻറ്റ് പ്രൊഫൈലിൽ വർക്ക് ചെയ്തു. ഞാൻ മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ടാണ് വന്നത്. പക്ഷേ അതിന് ശേഷം പിന്നെ ബ്രാഞ്ച് മാനേജറായി, പിന്നെ റീജിയണൽ മാനേജറായി, 3-4 സ്റ്റേറ്റ്സിലൊക്കെ, സൗത്ത് ഇന്ത്യയിലെ മിക്ക എല്ലാ സ്റ്റേറ്റ്സിലും വർക്ക് ചെയ്തു. ഈ പ്രൊഫൈലിന് വരുന്നതിന് മുമ്പ് ഞാൻ തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ഹെഡായിരുന്നു ജിയോജിത്തിൻ്റെ ഒരു 6 വർഷം. അത് കഴിഞ്ഞ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസസ്, ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്, ഇതെല്ലാം ഒന്ന് പോപ്പുലറൈസ് ചെയ്യാനുള്ള ഒരു ചെറിയ ടാസ്ക് അല്ല, ഒരു വലിയ ടാസ്ക് ആയിട്ടാണ് തമിഴ്നാട് സ്റ്റേറ്റ് ഹെഡിൻ്റെ പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നത്. ഫ്രം 2016 ഐ ആം ഹാൻഡ്ലിംഗ് ദിസ് ഡിവിഷൻ. ഇതിപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻസിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. സാറിനോട് സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നിയ ക്വസ്റ്റ്യനാണ്. ഇപ്പം നമ്മൾ ജോലിയുടെ കാര്യത്തിൽ മിക്കവാറും ആളുകൾ ഒരു ഫിക്സ്ഡ് സാലറീനെ ബേസ് ചെയ്ത് ജീവിക്കുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒരേ കമ്പനിയിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഫൈനാൻഷ്യലി നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിളും അല്ലെങ്കിൽ നമുക്ക് ഫീസിബിളും ആയിട്ടുള്ളത് പല പല കമ്പനികൾ മാറുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. ഇത്രയും വർഷമായിട്ട് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളോട് ഞാനിത് ചോദിച്ചാൽ എന്താ പറയുക? അതൊരു ഉഗ്രൻ ക്വസ്റ്റ്യനാണ്. കാര്യം അത് പേഴ്സൺ ടു പേഴ്സൺ ആ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഈ PG കഴിഞ്ഞ് നേരെ എൻ്റെ എഡ്യൂക്കേഷൻ PG കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ജോലിയാണ്.
ആ സമയത്താണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രാജ്വലി ഡെവലപ്പ് ഡെവലപ്പായി വരികയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റെഗുലേറ്റർ സെബി എന്ന് പറഞ്ഞുള്ളൊരു ആ, ഉവ്വ്. അറിയാലോ, സെബി വളരെ സ്ട്രോങ് ആയി വരുന്നതിന് ടെക്നോളജി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവുകയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിന് ഒരുപാട് ചേഞ്ചസ് വന്ന കാലമാണ്. പിന്നെ ഇന്ത്യൻ എക്കണോമിയും ഡെവലപ്പായി വരുമായിരുന്നു. ഒരുപക്ഷെ 1990s തുടക്കത്തിലാണ് നമ്മളുടെ പിന്നെ ഈ മൻമോഹൻ സിംഗ്, അതേപോലെ തന്നെ പി നരസിംഹറാവു, ആ കാലഘട്ടത്തിലൊക്കെയാണ് ശരിക്കും ഈ ഇന്ത്യൻ മാർക്കറ്റും ഇന്ത്യൻ എക്കണോമിയൊക്കെ ശരിക്കും ഒരു വ്യത്യാസം തുടങ്ങി വരുന്നത്. അപ്പോൾ ആ ഒരു ഒഴുക്കിൻ്റെ കൂടെ തന്നെ പിന്നെ ജിയോജിത്ത് പോലത്തെ ഒരു കമ്പനിയിൽ വരാനും പറ്റി. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ എത്തിക്സ് കറക്റ്റായിട്ട് മുറുകെ പിടിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം നമ്മൾക്കൊരു കരിയർ, ഒരു ഗ്രോത്ത് എൻഷുർഡ് ആയിരുന്നു. ബിൽഡ് ചെയ്യാനൊരു പ്രോപ്പർ സ്ഥലമാണ്. പേപ്പർ പ്ലാറ്റ്ഫോം കിട്ടി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗ്രോത്തിൻ്റെ കൂടെ നമ്മളിപ്പോൾ കരിയറും ഗ്രോത്തായി എന്നുള്ളതാണ് സത്യം. മനസ്സിലായല്ലോ? അങ്ങനെയാണ്. അപ്പോൾ അതിൽ സസ്റ്റെയിൻ ചെയ്തു നിന്നു. പിന്നെ വേറെ കമ്പനി മാറുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചില്ല. പിന്നെ ചെറിയൊരു, ഞാൻ ജോയിൻ ചെയ്യുന്നത് സമയത്ത് ജിയോത്തിന് 3-4 ബ്രാഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ എംപ്ലോയി കോഡ് 37. ഇന്ന് 37ആണ്. ഇന്ന് 2000-2500 പേര് വർക്ക് ചെയ്യുന്ന കമ്പനിയാണിത്. മനസ്സിലായത്? അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു, അപ്പോൾ ഓർഗനൈസേഷൻ്റെ റൂട്ടിലുള്ള ഒരാളാണ്. ജിയോജിത്തിൻ്റെ ഓർഗനൈസേഷണൽ ഗ്രോത്ത് നേരിട്ടൊരു കുറേ വർഷങ്ങളോളം കാണാൻ പറ്റി. അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ കൂടെ നിന്നു. പിന്നെ കമ്പനി മാനേജ്മെൻറ്റായിട്ടും നമ്മളുടെ ഒരു വേവ് ലെങ്ത് ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് അത് എവിടെയും ബ്രേക്ക് ആകാതെ പോയതുകൊണ്ട് നമ്മൾ ഐ എം ഹാപ്പി ഹിയർ. സാറിന്റെ സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാറിന് 2 മക്കളാണല്ലോ. അപ്പം മൂത്ത മോള് വന്നിട്ട് ചോദിക്കുക, അച്ഛാ ഇത് ഇങ്ങനെ ഞാൻ ഡോക്ടർ ആവാൻ പഠിക്കില്ലേ, അപ്പോൾ ഡോക്ടറായിട്ട് ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ കയറുകയാണ്, 2 വർഷം കഴിയുമ്പോൾ വേറെ ഓഫർ വരുന്നു, എനിക്ക് അവിടെ കയറണമെന്നുണ്ട്, ഏതാ നല്ലത്? ഇങ്ങനെ മാറി മാറി അല്ല, അതാ ഞാൻ പറഞ്ഞു നേരത്തെ, ഇത് റെഗുലറായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഇപ്പോൾ പ്രത്യേകിച്ച് IT ഫീൽഡിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 2 വർഷം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം വർക്ക് ചെയ്യുന്നു, നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ചെയ്യും. അത് പുതിയ ജനറേഷനിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ട്രെൻഡ് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ കാലത്ത് പണ്ട് ജോലി കിട്ടാനായിരുന്നു ഒരു പാട്. ഇന്നിപ്പോൾ ജോലി കിട്ടാൻ എളുപ്പമാണ്, പക്ഷെ സസ്റ്റെയിൻ ചെയ്യാനാണ് പാട്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ നമുക്ക് ചാലഞ്ച് എടുക്കാനും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ കമ്പനി മാറുന്നതിലും തെറ്റുന്നില്ല. പക്ഷേ ലോയൽറ്റി എലമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ കരിയർ ലൈഫിൽ. ഞാനൊക്കെ ആ ലോയൽറ്റിയും അതേപോലെ തന്നെ ഓർഗനൈസേഷൻ അതെനിക്ക് തിരിച്ചെന്നതിലും വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാ തരത്തിലും ഹാപ്പി ആണെങ്കിൽ, ഐ മീൻ ജോബ് എൻവയോൺമെൻറ്റ്, ബാക്കി എല്ലാ തരത്തിലും ഹാപ്പി ആണെങ്കിൽ, യു ഡോണ്ട് വാണ്ട് ടു ലീവ് ദ ഓർഗനൈസേഷൻ, സ്റ്റേ വിത്ത് ദം, അല്ലേ? ഓക്കെ. ഇപ്പം നമ്മൾ ഈ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നൊരു തോട്ട്, കിട്ടുന്നതാകെ 30 രൂപ, ഇതിൽ ഞാൻ പ്ലാൻ ചെയ്യാൻ പോയിട്ട് അത് കയറുന്നതും ഇറങ്ങി പോകുന്നതും പോലും അറിയുന്നില്ല എന്നാണ് നമ്മൾ സാധാരണക്കാർ പറയുക. ഫൈനാൻഷ്യൽ പ്ലാനിങ് അത്യാവശ്യം നല്ല കാശ് കിട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നുള്ളൊരു തോട്ട് ഉണ്ട് നമുക്ക് സാധാരണക്കാർക്ക്. എന്താ സാർ അവരോട് പറയാ? തെറ്റാണത്. എല്ലാ ആളുകളും പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യണം, വേണമല്ലോ. 10,000 5 തുടങ്ങിയ സമയത്ത് എന്താ തുടങ്ങിയത്? അതെ, പറഞ്ഞു വരുന്നത് 10K ആവട്ടെ, 20K ആവട്ടെ, അതെ, 50K ആവട്ടെ, 50K ആവട്ടെ, ഈവൻ 5 lakhs ആവട്ടെ, 5 crores ആണെങ്കിൽ പോലും ആളുകൾക്ക് സ്വപ്നങ്ങളുണ്ട്. തീരെ വരുമാനമില്ലാത്തവനും ഉയർന്ന വരുമാനമുള്ളവനും വലിയ കാശുകാരനും ഒന്നുമില്ലാത്തവനും സ്വപ്നങ്ങളിപ്പം നമ്മൾക്ക് കാശ് കൊടുക്കുന്നില്ല. കാശ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ കാണുന്ന സ്വപ്നം നടത്താൻ കപ്പാസിറ്റിയുള്ള ആളാണെങ്കിൽ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ സ്വപ്നങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതിനല്ല, ഇപ്പോൾ 10,000 രൂപ ശമ്പളം, 25,000 രൂപ ശമ്പളം വാങ്ങുന്ന ആളാണെങ്കിലും അതിലെന്തെങ്കിലും മിച്ചം വെച്ച് അയാളുടെ സ്വപ്നങ്ങൾ, എന്താ പറയുക, അയാളുടെ പരിമിതിക്കുള്ളിലിരുന്ന് ആ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ തോന്നും. ഇപ്പോൾ വലിയൊരു കാശുകാരന് സ്വപ്നം കാണുന്നത് വലിയ Audi Q5 കാറായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ബെൻസിൻ്റെ ഏറ്റവും ടോപ്പ് മോഡലായിരിക്കാം. നേരെ മറിച്ച് ഒരു താഴെ 50,000 ശമ്പളം വാങ്ങുന്നവന് വിചാരിക്കുന്ന അവനൊരു വാഗണാർ കാർ മേടിക്കണം. ഇത് സ്വപ്നം തന്നെയാണ്. സ്വപ്നം കാറാണ് ഇവിടെ. അവനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഓടി, സ്വപ്നം കാറാണ്. അതെ. അപ്പം ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു ഗ്രാവിറ്റി കൂടിയും കുറഞ്ഞിരിക്കും. എല്ലാവർക്കും ആവശ്യവും അത്യാവശ്യവും എല്ലാവർക്കും. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻകം എല്ലാ ആളുകളും കൊണ്ടുവരേണ്ടതാണ് ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. അതിന് ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. വൈ ഈസ് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇമ്പോർട്ടൻറ്റ് ഇന്ന് ഇഫ് സമൺ ആസ്ക്? എന്താ പറയുക സാർ? ഞാനൊന്ന് എലാബറേറ്റ് ചെയ്യാതെ ശരിക്കും. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു ഞാൻ 23 വയസ്സിൽ ജിയോയിൽ വന്നെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒരു 23 വയസ്സ്, 20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് വരെയൊക്കെ നമ്മൾ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത്, കാരണം നമ്മൾ പഠിക്കുകയാണ്, നമ്മൾക്ക് ഭക്ഷണം തരാൻ അവരുണ്ട്, അല്ലേ? അയാൾക്ക് ഇമാജിൻ ദാറ്റ് ഹി ഗെറ്റ്സ് എ ജോബ് അറ്റ് 25. ഓക്കെ, 25 ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒരു 55 വയസ്സ്, ഒരു 60 വയസ്സ് വരെ വർക്ക് ചെയ്തു എന്ന് വിചാരിച്ചു. 35 വർഷം. ഈ 35 വർഷം അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. ഇതാണ് വർക്കിംഗ് ലൈഫ്. അപ്പം നമ്മളൊക്കെ ഈ വർക്കിംഗ് ലൈഫിലുള്ള ആൾക്കാരാണ്.
കാരണം നമ്മൾ എന്തെങ്കിലും കാശ് അത് ബിസിനസ്സിലാണെങ്കിലും ജോലി ചെയ്തിട്ടാണെങ്കിലും സമ്പാദിക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഈ സമയത്താണ്. അതെ. പക്ഷെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ലൈഫിലെ എല്ലാ മേജർ ഈവൻസും, അതായത് കാശ് ചെലവഴിച്ച് നടക്കേണ്ട എല്ലാ മേജർ ഈവൻസും വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. അയാളുടെ കല്യാണം, അയാൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നു, ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവരെ കല്യാണം കഴിച്ച് വിടണം, പിന്നെ ഇയാൾക്ക് അതല്ലെങ്കിൽ പിന്നെ അയാളുടെ റിട്ടയർമെൻ്റ് ഒടുവിൽ വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എന്തെങ്കിലും എക്സിജൻസീസ് വേറെ വന്നു കഴിഞ്ഞാൽ അത് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വലിയൊരു മെഡിക്കൽ തന്നെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം. അപ്പം ഈ പറഞ്ഞ വീട് വെക്കണം, കാറ് മേടിക്കണം, നേരത്തെ പറഞ്ഞ പോലെ. അപ്പം എന്തെല്ലാം അയാളുടെ ബേസിക് ആയിട്ട് അയാൾ ആഗ്രഹിക്കേണ്ട സ്വപ്നങ്ങളൊക്കെ വരുന്നത്, അതും കാശ് ചെലവിട്ട് ചെയ്യേണ്ട മേജർ ചെലവൊക്കെ വരുന്ന കാര്യങ്ങൾ ഈ വർക്കിംഗ് ലൈഫിൻ്റെ ഉള്ളിലാണ്. ഇതൊക്കെ ഒരു സമയബന്ധിതമായിട്ട് തന്നെ നടപ്പാക്കണം എന്ന് പറയും നമുക്ക്. ഇപ്പം കുട്ടികളുടെ എഡ്യൂക്കേഷൻ പറഞ്ഞു. ഒരു കുട്ടിയുടെ മേജർ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് വരുന്നത് 17 വയസ്സാകുമ്പം +2 കഴിഞ്ഞിട്ടാണ്. ശരിക്കും പണ്ടൊക്കെ 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് എന്താ തിരയേണ്ടതെന്നുള്ള കാര്യം, എവിടേക്ക് ഏത് റൂട്ടിൽ. ഇപ്പം +2 കഴിയുമ്പോഴാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ കുട്ടി ഏത് റൂട്ട് തിരഞ്ഞെടുക്കണം. അപ്പോൾ 17 വയസ്സാകുമ്പോൾ ഒരു വലിയൊരു മേജർ എക്സ്പെൻഡിച്ചർ ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷൻ വരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അത് നമുക്ക് നീട്ടി വെക്കാൻ പറ്റില്ല. അത് ആ കുട്ടിക്ക് 17 വയസ്സാകുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ശരിയാണല്ലോ. അപ്പോൾ അതല്ലേ അത് അവൾക്ക് ഒരു 25 വയസ്സായിട്ട് അപ്പം ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റില്ല. വീട് വെക്കുന്നത് പോലും ഇപ്പം വീട് 50 വയസ്സിൽ വീട് വെക്കുന്നതിൽ അർത്ഥമില്ല. വീടൊക്കെ വെക്കുന്നത് നമ്മൾ ഇൻകത്തിൻ്റെ ആ പീക്ക് ലെവൽ എത്തുമ്പോൾ തന്നെ വീട് വെച്ച് പോകണം. കാരണം നമ്മൾ ലോൺ എടുത്തിട്ടാണ് വീട് വെക്കുന്നത്. അപ്പോൾ ഓരോരോ ഒബ്ജക്റ്റീവ്സും അതിൻ്റെ സമയത്ത് തന്നെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നേ തന്നെ അത് നമ്മൾ വളരെ ഡിസിപ്ലിനോട് കൂടി പ്ലാൻ ചെയ്ത് തന്നെ വെക്കണം. ഇതൊരു ജേണി പോകണ വരിക, ഇത് യാത്ര ചെയ്യുന്ന വരിക. നമ്മളിപ്പോൾ ഒരു 1 വീക്കിന് ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നു, മേ ബി പുറത്ത്. നമ്മൾ ആദ്യം തന്നെ ഒരു 2 മാസം 3 മാസം മുമ്പ് തന്നെ എല്ലാം സെറ്റ് ചെയ്യും അല്ലേ. എന്ന് പുറപ്പെടും, എങ്ങനെ പോകും, എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും അല്ലേ, അവിടെ എത്തിക്കഴിഞ്ഞാൽ അന്ന് സ്റ്റേ ചെയ്യുന്നത് എവിടെയാണ്, നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്താ പരിപാടി അല്ലേ, അതിൻ്റെ പിറ്റേന്ന് എവിടെയാണ്, പിന്നെ അവിടെ നിന്ന് ട്രാവൽ ചെയ്യാൻ ലോക്കൽ ട്രാവലിന് എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്, തിരിച്ച് എങ്ങനെ വരുന്നു, ഏത് എയർപോർട്ടിൽ വരും, ഇതൊക്കെ ഒരു പ്ലാനാണ്. അതേപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ ഫിനാൻസ് ഒരു യാത്രയായിട്ട് നമ്മൾ ഒരു ട്രിപ്പായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ ഓരോ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ എങ്ങനെ വേണമെങ്കിലും ആദ്യം ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കടം വാങ്ങുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ വക മാറ്റി ചിലവഴിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് വീട് വെക്കണം, ഒരാൾക്ക് 50 ലക്ഷത്തിൻ്റെ വീട് വയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അത് വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി ഏകദേശം 3/4 ആയപ്പോഴേക്കും എന്താ ആ കാശ് തീർന്നു, 50 ലക്ഷം തീർന്നു. അപ്പോൾ അയാൾ അതേ സമയത്ത് അയാളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കുറച്ച് കാശ് വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാശ് എടുത്തിട്ട് ചിലപ്പോൾ വീടൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനം എന്താവും, അവിടെ പോട്ടെ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ലോൺ എടുക്കാൻ വേണ്ടി പോകും അല്ലേ. ഈ ലോൺ അടയ്ക്കുന്നതിൻ്റെ തിരക്കിലേക്ക് ആവുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ, ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓവർ യൂസേജ്, ഇതൊക്കെ ഞാൻ പറയുന്നത് ഓരോരുത്തരും എന്തെങ്കിലും സംഭവിക്കുന്നത്. ഇതൊക്കെ എന്താണെന്ന് പറയുക, പ്രോപ്പർ പ്ലാനിങ്ങോ അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നതിനെ അറിവില്ലായ്മയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരാനും സാറേ, ഇതിപ്പം ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെടുത്ത് പോകും, ഡോക്ടറെ അടുത്ത് പോകും അല്ലേ. അപ്പം ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എന്താ ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്, പിന്നെ അയാൾ ലാബ് ടെസ്റ്റ് എടുക്കാൻ പറയും, സ്കാൻ ചെയ്യാൻ പറയും, എല്ലാം ചോദിക്കും. അയാൾക്ക് വേറെ എന്തെങ്കിലും ടെസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞേക്കും. എന്നിട്ട് ബേസ്ഡ് ഓൺ ദ ഡോക്യുമെൻറ്റ്സ് ഹി റിസീവ്ഡ് അല്ലേ, റിപ്പോർട്ട് ഹി റിസീവ്ഡ്, ഹി വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ് മെഡിസിൻ സാർ ഇത് ചെയ്യും അല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കൺസൾട്ടേഷൻ ഫീ കൊടുത്തിട്ടാണ് അവരെ, കാരണം ഡോക്ടർ നമ്മളെ പഠിച്ചു. ഒരു വക്കീലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യം പറയും, സാർ എന്നതാണ് സംഭവിച്ചത് അല്ലേ. ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറയും, എനിക്ക് ഒരു 50 ലക്ഷം രൂപ ഉണ്ട്, എനിക്കൊരു 3 ബെഡ്റൂം വേണം, ഇത്രയും നമ്മുടെ ആവശ്യങ്ങൾ അങ്ങ് പറയും, പൂജാപുരി വേണം, അത് വേണം, ഇത് പുള്ളി ഈ കാശ് വെച്ച് ഇത് എല്ലാം സെറ്റ് ചെയ്ത് തരും. കറക്റ്റ് അല്ലേ. പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസിനോട് ചോദിക്കും, സാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ ടാക്സ്, അത്രയേ ഉള്ളൂ. ഇന്ന് അത് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള, പ്രോപ്പറായിട്ട് ഇതിനെ പറ്റിയിട്ട് അഡ്വൈസ് ചെയ്യാവുന്ന ആരും ഉണ്ടായിരുന്നില്ല ഇത്രയും കാലമായിട്ട്. ഇപ്പം ഒരുപാട് പ്രൊഫഷണൽസ് മനസ്സിലായി. അപ്പോൾ ജിയോജിത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 10-40 വർഷത്തോളമായിട്ട് ഈ ഫിനാൻഷ്യൽ സർവീസിൽ വരുന്നത് പുതിയൊരു ട്രെൻഡ് എന്താ വെച്ചാൽ, ബാക്കി എല്ലാ മേഖലകളിലും അഡ്വൈസ് വാങ്ങുന്ന പോലെ തന്നെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും അഡ്വൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല മെഡിക്കലായിട്ടുള്ള പ്രൊഫഷണലുകളായിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസുള്ള ആളുണ്ടെങ്കിൽ അവർക്ക് ഫീസ് കൊടുത്ത് ആ അഡ്വൈസ് മേടിക്കാനും അവരാണ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സ്. അപ്പം ഞങ്ങളെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ചെയ്യും. അപ്പം ഏതൊരു വ്യക്തിക്കും വേണ്ടതാണ് ഇയാളുടെ ഇൻകം എന്തോ ആവട്ടെ അതിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാന്നുള്ള പ്ലാൻ. ഓക്കെ. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഏതൊരു വ്യക്തിക്കും വേണമെന്ന് പറഞ്ഞല്ലോ. അതിനൊരു ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ ആരൊക്കെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് പോകണം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ അടുത്ത് പോകണം? ഇൻകം ഉള്ള എല്ലാവർക്കും
ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇൻകമുള്ള എല്ലാ ആൾക്കാരും പേഴ്സണൽ അതായത് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഒരു ഡിസ്പോസിബിൾ ഇൻകം വെച്ച് ഇപ്പോൾ ഒരു ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു വ്യക്തി, അയാൾക്ക് 75,000 രൂപ അയാൾക്ക് ചിലവ് വരുന്നു മാസത്തിൽ. ബാക്കി 25,000 വെച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യണം? ചിലപ്പം വരുന്ന ഒരു 20 വർഷത്തിനുള്ളിൽ അയാൾ മീറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് ഉണ്ട്. അയാളുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ വട്ടവർ അയാൾക്ക് വീട് വയ്ക്കുകയോ അങ്ങനെ. ആ ഡിസ്പോസിബിൾ ഇൻകം പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് അയാൾക്ക് അറിവുണ്ടാവില്ല. ഇല്ല. അപ്പോൾ ഇൻകമുള്ള എല്ലാ ആൾക്കാരും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് പോകാം. പക്ഷേ അത് വേരിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. താഴെ ലെവലിലുള്ള ആളുകളാണെങ്കിൽ ചിലപ്പം ചിലപ്പോൾ ഫീസ് അടയ്ക്കാനുള്ള ഒരു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പം ഉണ്ടായേക്കാം. പക്ഷേ എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐഡിയലി, പക്ഷേ നേരത്തെ ചോദിച്ചതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ മീൻ ഈ നമ്മളുടെ ഇൻകം മാത്രമല്ല, ഏജിൻ്റെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു അതൊരു ഫാക്ടറാണ്. അത് വളരെ വലിയ ഫാക്ടറാണ്. അതായത് ഇപ്പോൾ ഒരു ഐഡിയൽ ഒരു 30 വയസ്സിന് 40 വയസ്സിൻ്റെ ഇടയിലുള്ള എല്ലാ ആളുകളും ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങും. മനസ്സിലായില്ല? അപ്പം ഞങ്ങളുടെ ഒരു ക്ലയൻസിന് ഇപ്പോൾ സ്റ്റെപ്സിലെ ക്ലയൻസ് ബേസ് ഒക്കെ ക്ലയൻസിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ബിറ്റ്വീൻ 40 and 50 ഉള്ള ആൾക്കാരാണ് എല്ലാ ആൾക്കാരും. 45 ഏജിലാണ് എല്ലാ ആൾക്കാരുള്ളത്. അപ്പോൾ ഐഡിയലി എ പേഴ്സൺ ഇൻ ദ റേഞ്ച് ഓഫ് 30 to 40 എല്ലാവരും തന്നെ മസ്റ്റായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണം എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് ആക്ച്വലി ഒരു ഐഡിയൽ ഏജ് ഉണ്ട്. അല്ല, ഐഡിയൽ ഏജ് ഉള്ളത് നല്ല കാര്യം, നേരത്തെ തുടങ്ങിയാൽ നല്ലതാണെന്നുള്ളൊരു ഇത്. ഇപ്പോൾ ചില ആൾക്കാർ ലേറ്റ് ആയി കഴിഞ്ഞാൽ അയാളില്ല, എൻ്റെ ഏജ് കഴിഞ്ഞു, ഞാൻ ഇനി ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ബെറ്റർ ലേറ്റ് ദാൻ നെവർ. യെസ്. ഐഡിയലി ഒരു 45 വയസ്സിനുള്ളിൽ 40-45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിട്ടയർമെൻറ്റ്, കാരണം റിട്ടയർമെൻറ്റ് മുമ്പുള്ള കുറച്ച് സമയം നമുക്ക് കിട്ടണം. കാരണം കാശ് സെറ്റ് ആക്കാൻ, സ്വരുക്കൂട്ടാന്ന് പറയാം അല്ലേ. റിട്ടയർമെൻറ്റിൻ്റെ ഒരു വർഷം മുമ്പ് വന്നിട്ട് ഞാൻ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല, കാരണം ടൈം കഴിഞ്ഞു പോയി. അപ്പം ഏറ്റവും ജോലി കിട്ടിയ ഉടനെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ 35 വയസ്സിനും 45 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഈ ഒരു ഇതിന് വന്നത്. ഇൻകം പറയുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും ചെയ്യാം. പക്ഷേ ഐഡിയലി എന്താ പറയുക, ഒരു 50,000 മുതൽ 5 ലക്ഷം വരെയുള്ള ആളുകൾ, അല്ലെങ്കിൽ 10 ലക്ഷം മുകളിലേക്കുള്ള ഇൻകത്തിന് ലിമിറ്റ് ഇല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അങ്ങനത്തെ ആളുകളാണ് പ്ലാനിങ് ചെയ്ത് പോകുന്നതാണ് നല്ലത് അല്ലേ. ഇപ്പം ഞാൻ ഇത് കേട്ടിട്ട് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് ഫിനാൻഷ്യൽ അഡ്വൈസിങ്ങിന് വരികയാണ്, എനിക്കൊരു പ്ലാനിങ് വേണം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ നോക്കുന്ന ക്രൈറ്റീരിയ, ജിയോജിത്തിലേക്ക് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കുന്ന ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നോക്കിയിട്ടാണ് അവർക്കത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക? ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സപ്പോസ് ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഡോക്ടർ എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രശ്നങ്ങൾ നോക്കും, BP നോക്കും, ബ്ലഡ് ടെസ്റ്റ് എടുക്കും വേണമെങ്കിൽ, അല്ലേ, ബാക്കിയെല്ലാം നോക്കിയിട്ട് എഴുതും. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ, അതായത് പേഴ്സണൽ ഫിനാൻസായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും മേടിക്കും. അയാളുടെ ഇൻകം, അയാളുടെ അസറ്റ്സ്, അയാളുടെ ലയബിലിറ്റീസ്, അയാളുടെ എക്സ്പെൻസ്, അയാൾ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോളുകൾ, അയാൾ എന്നത്തേക്ക് റിട്ടയർമെൻറ്റ് ആഗ്രഹിക്കുന്നു, അയാളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും. പിന്നെ അതേപോലെ അയാളുടെ ഇൻഷുറൻസ് റിക്വയർമെൻറ്റ്. ഇപ്പോൾ ഇൻഷുറൻസ് റിക്വയർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും പറയും ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് പറയും. പക്ഷേ നമ്മളുടെ യഥാർത്ഥ ഹ്യൂമൻ ലൈഫ് വാല്യൂവിന് കണക്കായിട്ടുള്ള ഇൻഷുറൻസ് ആണോ എടുത്തതെന്നുള്ള കാര്യം അയാൾക്ക് അറിയുണ്ടാവില്ല. ഇപ്പം എങ്ങനെയാണ് നമ്മളെല്ലാം ഇൻഷുറൻസ് എടുക്കുന്നത്? പരിചയമുള്ള ആരെങ്കിലും വന്നിട്ട് ഇത് നല്ല പോളിസിയാണെന്ന് പറഞ്ഞെടുക്കും. പക്ഷേ വി ഡോണ്ട് നോ വെദർ ദിസ് പർട്ടിക്കുലർ ഇൻഷുറൻസ് എമൗണ്ട് enough for our or whether it is matching to our life value, അതറിയില്ല. അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ വാല്യൂ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ബുദ്ധിമുട്ടാകാതിരിക്കാൻ എത്ര രൂപ വേണ്ടി വരും എന്നുള്ള കാര്യം പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. എൻ്റെ ലയബിലിറ്റി, എൻ്റെ ലൈഫ് സ്റ്റൈല്, എൻ്റെ ഇനി വരാൻ പോകുന്ന എൻ്റെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം എൻ്റെ ഇൻഷുറൻസിനുള്ള വാല്യൂ എത്രയാണ് വേണ്ടതെന്ന് ഞാൻ കണക്കാക്കാൻ. മനസ്സിലായല്ലോ? ഞാൻ ചുമ്മാ പോയി 2 കോടിയുടെ ഇൻഷുറൻസിൻ്റെ കവറേജ് ഞാൻ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കൂടുതൽ ബാധ്യതയുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് കാശ് ഇനിയും ബീറ്റ് ചെയ്യേണ്ട ആളായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഇൻകത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ പെട്ടെന്ന് ഇൻകം നിന്ന് പോയാൽ ബുദ്ധിമുട്ട് ഉണ്ടായേക്കാവുന്ന ഒരാളായിരിക്കും. അപ്പോൾ 2 കോടി ചിലപ്പോൾ മതിയാണ്ടാവില്ല, ചിലപ്പോൾ മതിയാവുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ശരിക്കും നമ്മളുടെ വരുമാനവും നമ്മളുടെ ചിലവും നമ്മുടെ ബാധ്യതകൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം ഇൻഷുറൻസ് വാല്യൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ എഗെയിൻ പറയാൻ, ഒരാളുടെ ഇൻകം, എക്സ്പെൻസ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻഷുറൻസ് റിക്വയർമെൻറ്റ്,
ടാക്സിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് റിട്ടയർ ചെയ്യും. ചില ആൾക്ക് നേരത്തെ റിട്ടയർ ചെയ്യണം. ഇപ്പോൾ പുതിയ ജനറേഷൻ ആളല്ല ഏർലി റിട്ടയർ. ഏർലി റിട്ടയർമെന്റ് 45 വയസ്സാകുമ്പോഴത്തേക്ക് പരിപാടി അവസാനിപ്പിക്കണം എന്നറിയും അല്ലേ. എന്നിട്ട് പിന്നെ വേറെ എവിടെയും പോയിട്ട് എന്താണ് ഫാം ഹൗസ് തുടങ്ങണം അല്ലെങ്കിൽ വേറെ ബിസിനസ് തുടങ്ങണം. ഇതൊക്കെയാണ് ആളുകളുടെ ആഗ്രഹം. അപ്പോൾ ഈ ഏർലി റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് റിട്ടയർ ചെയ്യണം. ഇനി റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര കാലം ജീവിക്കുന്നതിനെ പറ്റി ഒരു ഐഡിയ വേണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ പ്ലാനർ ഇയാൾക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ് തയ്യാറാക്കുന്നത്. മനസ്സിലായി? മനസ്സിലായി. ജിയോജിത് സ്റ്റെപ്സിലേക്ക് ആർക്കൊക്കെ വരാം? ഹു ഓൾ ക്യാൻ കം? ഫിനാൻഷ്യൽ പ്ലാനിങ് നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ഫിനാൻസിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിക്കും ആർക്കും വരാൻ ആർക്കും വരാം. വേറെ ഒരു ക്രൈറ്റീരിയ ഇല്ല ഇല്ലേ? അങ്ങനെ വരുന്ന ആളുകൾ അത് എന്തുകൊണ്ടാണ് വേറൊരു ക്രൈറ്റീരിയ വെക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ലൈഫിൽ നമ്മൾ കുറച്ച് കാലമുള്ള ലൈഫ് അതിൽ നമ്മൾ ഈ കാശായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഭൂരിഭാഗവും. അതെ. അല്ലേ? കാശ് ചെലവിടാനും കാശ് ഉണ്ടാക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ആളുകൾ നടക്കുന്നത്. ഇതിനൊക്കെ ഡിസിപ്ലിൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ കൂടി പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് സമാധാനം ഉണ്ടാവും. ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ആഗ്രഹിക്കുന്ന ആർക്കും വരാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ എന്തൊക്കെ സർവീസസാണ് നമ്മൾ കൊടുക്കുന്നത്? ജിയോ സ്റ്റെപ്സ് മെയിനായിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ അയാളുടെ ഫിനാൻസായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അസസ് ചെയ്തിട്ട് അയാൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ റെഡിയാക്കി കൊടുക്കും. അതൊരു സുപ്രഭാതത്തിൽ അയാൾ വരുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽ ചെയ്ത് അപ്പം തന്നെ പ്ലാൻ ചെയ്തല്ല. കസ്റ്റമറായിട്ട് ഇരുന്ന് ആ വ്യക്തിയുടെ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കും. ഫിനാൻസായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷനും എടുക്കും. പിന്നെ അയാൾക്ക് കുറേ ഈ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് മാത്രമല്ലാതെ അയാളുടെ കുറേ തിങ്കിങ് ഉണ്ടാവും. അപ്പം പുള്ളിയുടെ കൺസെൻസസും കൂടി എടുത്ത് ഈ സ്ട്രാറ്റജി ഉണ്ടാക്കി അങ്ങനെ ഫൈനലി ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഓരോ ഗോളും മീറ്റ് ചെയ്യാൻ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളെ ഇപ്പോൾ മഞ്ജുവിൻ്റെ മോള് വയസ്സ് 10 വയസ്സുണ്ട്. 5ാം ക്ലാസ്സിൽ. അതായത് ഇപ്പോൾ 10 വയസ്സ്. എനിക്ക് ഉറപ്പാണ് 17 വയസ്സ് മഞ്ജുവിൻ്റെ മോൾക്ക് 17 വയസ്സാകുമ്പോൾ 7 വർഷം കഴിഞ്ഞാൽ വലിയൊരു കാശ് വേണ്ടി വരും. ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. എന്തിനാണ് സാർ എനിക്ക് ഇങ്ങനെ അതാ ഞാൻ ഇനി ഭാവിയിൽ ഒരു ക്ലൈൻ്റ് ആക്കാനുള്ള പരിപാടിയാണ്. അതിനാണ് എനിക്ക് തന്നെ അല്ല 7 വർഷം കഴിയുമ്പോൾ വലിയൊരു കാശ് വേണ്ടി വരും. അപ്പോൾ അത് അന്നേരം കുഞ്ഞ് 16 വയസ്സാകുമ്പോൾ ചിന്തിക്കില്ലല്ല. ഇപ്പം തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സമയമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു യാത്രയാണ്. ആ യാത്ര മുൻകൂട്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ്. മനസ്സിലായല്ലോ? ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയാം. ഇൻഫ്ലേഷൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, പണപ്പെരുപ്പം അല്ലേ? നമ്മൾ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരുന്നതാണ്. വാല്യൂ ഇറോഷൻ വരുന്നതാണ് വാല്യൂവിൽ പണത്തിൽ. ഇപ്പം ഒരു 3 ലക്ഷം രൂപ കൊടുത്തിട്ട് ഏതെങ്കിലും ഞാനൊരു എഡ്യൂക്കേഷൻ പറയും. ഇപ്പോൾ 10% ഇൻഫ്ലേഷൻ എന്ന് വിചാരിക്കുക. എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ ഓരോന്നിനും ഓരോ ഇൻഫ്ലേഷന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം മെഡിക്കൽ ഇൻഫ്ലേഷൻ ഭയങ്കര 14% ഇന്ത്യയിലെ മെഡിക്കൽ ഇൻഫ്ലേഷൻ. എഡ്യൂക്കേഷനാണെങ്കിൽ 10% മിനിമം, 10 10 to 12% ഇൻഫ്ലേഷനാണ്. 10% ഇൻഫ്ലേഷൻ അപ്ലൈ ചെയ്താൽ പോലും ഇന്നൊരു 3 ലക്ഷം രൂപ കൊടുത്തിട്ട് സപ്പോസ് ഇന്നൊരു കുട്ടിയെ ഒരു സ്കൂളിൽ അല്ല ഒരു കോളേജിൽ ചേർക്കാണ്, ഏതെങ്കിലും ഒരു കോഴ്സിന്, ഹയർ എഡ്യൂക്കേഷൻ, ഓക്കെ, ഗ്രാജുവേഷന്. ഇന്ന് നിങ്ങൾ 3 ലക്ഷം രൂപ ചിലവിട്ടിട്ട് ചേർക്കുന്ന ഒരു കോഴ്സ് 10 വർഷം കഴിയുമ്പോൾ ആ 3 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 7.9 ലക്ഷം രൂപ വേണം. അതായത് ഇപ്പം നമ്മൾ പറയും, ഇപ്പം മഞ്ജു പറയും 7 വർഷം കഴിഞ്ഞിട്ടാണ് മകളുടെ കാര്യം പറയുന്നത്. മഞ്ജു പറയണ ഒരു 5 ലക്ഷം രൂപയുള്ള ഏതെങ്കിലും കോഴ്സിൽ ചേർക്കാന്ന്. ഇന്നാണ് 5 ലക്ഷം എന്ന് പറയുന്നത്. മോള് എന്താ മോളെ പേര് പറഞ്ഞ അപ്പം അമ്മയെ 17 വയസ്സെത്തി ഹയർ എഡ്യൂക്കേഷന് പോകുന്ന സമയത്ത് ഇന്നത്തെ ഈ 5 ലക്ഷത്തിന് പകരം ഏതാണ്ട് ഒരു 8 ലക്ഷം 9 ലക്ഷത്തോളം രൂപ ഞാനൊരു 10% ഇൻഫ്ലേഷൻ ഉണ്ടാണെങ്കിൽ വേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ അതാണ് കണക്കാക്കേണ്ടത്. ഇന്നത്തെ ഈ 5 ലക്ഷം രൂപയല്ല കണക്കാക്കുന്നത്. നിങ്ങൾ കണക്കാക്കേണ്ടത് 7 വർഷം കഴിഞ്ഞാൽ വരുമ്പോൾ. അതെന്തുകൊണ്ടാണ് കാരണം വെച്ചാൽ ഈ ഇൻഫ്ലേഷൻ്റെ എഫക്റ്റാണ്. അപ്പം അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇതെല്ലാം നോക്കിയെടുത്തിട്ട് വേണം നമ്മൾ പ്ലാൻ തയ്യാറാക്കാൻ. ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഇയാളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഇയാൾക്ക് പല ആളുകൾക്ക് ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ പലർക്കും പല ഇപ്പോൾ പുറത്ത് വിടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം വേറെ എന്താ ഒരു അസറ്റ് അക്വയറി ആണെങ്കിൽ പോലും കാറാണെങ്കിട്ടെ, വീട് വയ്ക്കുന്ന കാര്യമാവട്ടെ, ഈവൻ റിട്ടയർമെൻറ്റ് പോലും ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളാണ്, ഓരോ ആഗ്രഹങ്ങളാണ്. അപ്പോൾ അതനുസരിച്ച് ചെയ്യണമെന്നില്ല, പേഴ്സൺ ടു പേഴ്സൺ. അതാണ് ഞാൻ ആദ്യം നിങ്ങൾ ഇൻട്രഡക്ഷൻ്റെ സമയത്ത് പറഞ്ഞപ്പം പറഞ്ഞത്, പേഴ്സണലൈസ്ഡ് ആയിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തു കൊടുക്കും. അപ്പോൾ ആ വ്യക്തിയുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇനി എന്തൊക്കെ അയാൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അത് റിട്ടയർമെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് എല്ലാവരും ചെയ്യുന്നത്.
ഇപ്പം ജിയോജിത് സ്റ്റെപ്സിലേക്ക് വന്നു കഴിയുമ്പോഴാണല്ലോ ആളുകൾക്ക് ഇതിനൊരു ഐഡിയ കിട്ടുക. ഈ വരുന്ന ആളുകളിൽ നിന്ന് ഇത്രയും ആളുകളെ അനലൈസ് ചെയ്തതിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ ബഡ്ജറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസിനെ കംപ്ലീറ്റ്ലി തകിടം മറിക്കുന്ന അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവില്ലേ, തെറ്റുകൾ നമ്മൾ ചെയ്യുന്നത്, അതെന്തൊക്കെയാ? ഞങ്ങൾ കോമൺ ആയിട്ട് കണ്ടുള്ള ഒരു കാര്യം, വരുമാനമുള്ള ആളുകളാണ് മിക്ക ആളുകളും. അത് പ്രോപ്പറായിട്ട് അത് അമിത വ്യയം ആളുകളുടെ, അതായത് എവിടെ ഇപ്പം വരവിനേക്കാൾ കൂടുതലാണ് ചെലവ്. വരവിനേക്കാൾ കൂടുതൽ വരവും ചെലവും തമ്മിലുള്ള ഒരു പഠനമുണ്ട് ശരിക്കും. ഒരു ഇൻകം എക്സ്പെൻസസ് എന്ന ഒരു അനാലിസിസിൻ്റെ ഒരു പരിപാടിയുണ്ട്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരാളുടെ മന്ത്ലി ഇൻകം വരുന്നു, അയാളുടെ റുട്ടീനായിട്ട് മന്ത്ലി ചിലവഴിക്കുന്ന എത്ര ഇതുണ്ട്. അപ്പോൾ എക്സ്പെൻസിനൊക്കെ നമ്മൾ ഓരോരോ സെഗ്മെൻ്റ് ആക്കി തിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ബാർ ഡയഗ്രോ അല്ലെങ്കിൽ ഒരു ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലായി എവിടെയാണ് ഈ കാശ് പോകണമെന്നുള്ള കാര്യം. അപ്പം 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിട്ട് ഒന്നും മിച്ചം പിടിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരുടെ എന്താ പറയുന്നത് വെച്ചാൽ, പല സ്ഥലങ്ങളിൽ അമിതമായ ലോൺ എടുക്കുന്നു. ഒരേ സമയത്ത് 6-7 ക്രെഡിറ്റ് കാർഡുള്ള ആൾക്കാരുണ്ട്. ക്രെഡിറ്റ് കാർഡിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എത്ര എന്നുള്ള കാര്യം ആരും ചിന്തിക്കാറില്ല. ഓർമ്മിപ്പിക്കല്ലേ? കാരണം ഷോപ്പിംഗ് കഴിയുന്നു, ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് Swipe ചെയ്യുന്നത്. ചെയ്യുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, മിക്കപ്പോഴും ആളുകൾ സംഭവിക്കുന്നത് വരവും ചെലവും മാച്ച് ചെയ്യാൻ പറ്റാതെ, അതായത് ഒരു ഡിസ്പോസിബിൾ ഇൻകം ബാക്കി വെക്കാത്ത തരത്തിൽ ആൾക്കാർ ചെലവഴിക്കുന്നുണ്ട്. ഉണ്ട്. പ്രത്യേകിച്ച് ഈ മാറിയ സാഹചര്യത്തിൽ ആൾക്കാർ കാശ് ചെലവഴിക്കണം. ഇത് കാശ് പിശുക്കി നമ്മൾ ജീവിക്കാനൊന്നല്ല അത് പറയുന്നത്. നമ്മളുണ്ടാക്കുന്ന കാശിനെ കുറച്ച് മിച്ചം പിടിച്ച് ബാക്കി ഉള്ള അതുകൊണ്ട് ചെയ്യാന്ന്. ഇപ്പം എല്ലാവരും പറയാറുണ്ട്, നമ്മൾ വരവ് വന്ന് ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകം കഴിഞ്ഞിട്ട് എന്താ പറയുക, ചിലവ്, അതിൽ കുറച്ച് ചിലവ് നടത്തി ബാക്കിയുള്ള കാശ് എടുത്തിട്ടാണ് എന്ത് ചെയ്യണമെന്ന്, ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാം. അതെ. അപ്പം ഞങ്ങൾ നേരെ തിരിച്ചാണ് പറയാറ്, ഇൻകം വന്നു കഴിഞ്ഞാൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ള കാശ് വേണം ചെലവാക്കാനായിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രയോറിറ്റി നമ്മൾ എക്സ്പെൻസിന് കൊടുത്തിട്ട് ബാക്കി മിച്ചം വരുന്ന 1 ലക്ഷം രൂപ ശമ്പളം 80,000 രൂപ എക്സ്പെൻസ് നമ്മളങ്ങ് തീരുമാനിക്കുക. എന്നിട്ട് നമ്മളൊരു 20,000 രൂപ, അത് 20,000 ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ 90,000 രൂപ എനിക്ക് എക്സ്പെൻസിന് എനിക്കൊന്നും മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല, 10,000 രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നതിനേക്കാളും ഉപരി 1 ലക്ഷം രൂപ ഇൻകമുള്ള ഒരാൾ ഒരു 30,000 രൂപ അയാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്, ബാക്കി 70,000 വെച്ചിട്ട് എന്ത് ചെയ്യണം, ചെലവ് മിറ്റ്. അപ്പം പ്രയോറിറ്റി എവിടെ പോകുന്നു? ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുന്നു. ബാക്കിയുള്ള കാശ് നമ്മൾ ചെലവഴിക്കാൻ പഠിക്കും. ഇതൊക്കെ ഒരു ജീവിത രീതിയാണ്. ഇതൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ ഇത് ഇങ്ങനെയല്ല ഫിനാൻഷ്യൽ പ്ലാനിങ് പറയുന്നെങ്കിലും കൂടിയിട്ട് ഐഡിയലി ചെയ്യേണ്ടത് നമ്മളുടെ വരവും ചെലവും മാച്ച് ചെയ്ത് പോവുക. അത് തന്നെ നമ്മൾ വരുന്ന കാശിന് കുറച്ച് കാലം വളരെ വയസ്സായിട്ട്, നേരത്തെ പറഞ്ഞ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിൽ, മനസ്സിലായല്ലോ? ഇപ്പം നേരത്തെ ഇപ്പോഴത്തെ രൂപയുടെ മൂല്യം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ പറയുന്നത് എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഇന്നത്തെ 5 ലക്ഷം 7 വർഷം കഴിഞ്ഞ് അമേയ +2 കഴിയുന്ന സമയത്ത് 7 ലക്ഷത്തിന് സാധനം നിങ്ങൾ 10-12 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ആളുകൾ മിസ്റ്റേക്ക് പറ്റുന്നത് ഇതാണ് മിക്കപ്പോഴും. കാശ് ഡിസിപ്ലിൻ ഇല്ല, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പക്ഷെ അതൊന്ന് പ്രോപ്പറായിട്ട് നമ്മളൊന്ന് ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് യു ആർ ആക്ച്വലി റിയലി ഗുഡ് ഇൻ ദിസ് കേട്ടോ. എനിക്ക് ടെൻഷനായി വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ഇന്നവരെ ടെൻഷൻ ഒരു ക്ലയൻസിനെ വളരെ പെട്ടെന്ന് വിളിച്ചിരിക്കുന്നു. If I do understand why you're staying in Geojit Steps ഇത്ര ലോങ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing.